ഹലോ, ഇന്ന് ഞാനൊരു മിനി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ്. ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കിടന്ന് പിന്നെ അധികം ലേറ്റ് ആവാതെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇന്നെനിക്ക് മോനെയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോകാണ്ട്, ഫോളോ അപ്പിന് വേണ്ടി പോകാൻ. ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് എനിക്ക് ദോശമാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കരുതി മസാല ദോശ ഉണ്ടാക്കാം. മസാല ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഞാൻ രാത്രി തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിലേക്കുള്ള സവാളയൊക്കെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നെനിക്ക് ലഞ്ച് ഉണ്ടാക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ തലേന്ന് രാത്രി ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഈ ഡോക്ടറെ അടുത്ത് പോക്കൊക്കെ ഉള്ളതുകൊണ്ട് ലഞ്ചിനേക്കും കൂടി കരുതിയിട്ടായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ പൊട്ടറ്റോ ഒക്കെ രാത്രി തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ അവിടെ റെഡിയാക്കി. പിന്നെ ഞാൻ കരുതി വേഗം തന്നെ ഈ പൊട്ടറ്റോൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. ഞാനിതാ എല്ലാ പൊട്ടറ്റോയുടെ തൊലിയും കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പം ഞാൻ എൻ്റെ രീതിയിലുള്ള ഇതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുവും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ഉഴുന്നുപരിപ്പുണ്ടല്ലോ അതും ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 വറ്റൽമുളകും കീറി കൊടുത്തു. പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ച സവാള, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഇഞ്ചി ക്രഷ് ചെയ്തതുണ്ട് അതും ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെയിതാ അതവിടുന്ന് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം ഞാൻ എൻ്റെ ഈ പൊട്ടറ്റോയെല്ലാം ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റിന് ശേഷം സവാളയൊക്കെ നല്ലപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉടച്ച് വെച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ അതും അതിലേക്ക് പൊടികളും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ആ മസാലയുടെ ഒന്നൊരു പച്ചച്ചവ മാറുന്നത് വരെ. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ച പൊട്ടറ്റോ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ നല്ലപോലെ ഇത് മിക്സ് ആക്കുന്നുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ മല്ലിയില തീർന്നതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി ദോശമാവ് ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്, കാരണം എനിക്കിത് ഫുള്ളായിട്ട് വേണ്ടില്ല. അപ്പോൾ ഞാനിത് നല്ല കട്ടിയായിട്ട് അരച്ചതായിരുന്നു. നമുക്ക് വേണ്ടുമ്പോൾ എടുത്തിട്ട് കുറച്ച് ലൂസാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാനിതിപ്പോൾ എനിക്ക് മസാല ദോശ ആക്കാൻ വേണ്ടിയിട്ടുള്ള മാവൊന്ന് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മാവൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇന്നിവിടെ മുഹറത്തിൻ്റെ ലീവായതുകൊണ്ട് തന്നെ ഫ്രൈഡേ ഹസ്ബൻഡിനും ഓഫീസ് ലീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഡോക്ടറെ കാണിക്കാമെന്ന് കരുതിയതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ രാത്രിയാണ് പോകാറ്. അങ്ങനെ ഇതാ മാവിൽ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ദോശ ചുട്ടെടുക്കാം. അപ്പോൾ മസാല ദോശയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡായിട്ട് നമ്മുടെ തേങ്ങ ചട്നി ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കുന്നത്. അതൊരു സൈഡിൽ നിന്ന് ഞാൻ മിക്സിയിൽ അതും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഒന്നും ഞാൻ റെസിപ്പി കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ ദോശക്കല്ല് ചൂടായി വന്നപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാൻ ചട്നീൻ്റെത് പറഞ്ഞല്ലോ, അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുന്നത്. അത് കടുവൊക്കെ പൊട്ടിച്ചിട്ട് ഇതാക്കിയതായിരുന്നു. അപ്പോൾ ദോശ ഒന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മസാല ഒഴിച്ച് കൊടുക്കാം. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്ന് മാത്രം. അപ്പോൾ ഇതാ അങ്ങനെ മസാലയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഹസ്ബൻഡും കുട്ടികളൊക്കെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ഇത് ചൂടോടെ ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് ഓരോരുത്തരായിട്ട് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ചായക്കുള്ള പാലും വെച്ചിട്ടുണ്ടായിരുന്നു, ചായ ഉണ്ടാക്കുന്നുണ്ട്. ഓരോ ദോശ ചുടുന്നതിനനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല മുരിഞ്ഞ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹസ്ബൻഡിൻ്റെയും കുട്ടികളെയൊക്കെ ഫുഡ് കഴിക്കൽ. ഞാൻ ലാസ്റ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് എനിക്കൊന്ന് എൻജോയ് ചെയ്ത് കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് വേണ്ട ദോശയാക്കി നല്ലപോലെ കഴിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേഗം ഞാനും കുളിച്ച് ഫ്രഷായി ഞങ്ങൾ പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടുന്ന് ടോക്കനൊക്കെ എടുത്ത്
കുറച്ച് വെയിറ്റ് ചെയ്തു. അപ്പോൾ ആ സമയം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തത്. അപ്പോൾ മോനെ അവിടുന്ന് ടോയ്സൊക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഡോക്ടറൊക്കെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് ടി വി ഒക്കെ കണ്ട് പിന്നെ ഞാൻ ലോറി ബാങ്ക് കൊടുത്ത് വേഗം ലോറി നിസ്കാരമൊക്കെ നിസ്കരിച്ചു. പുറത്ത് നോക്കുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ലഞ്ച് കഴിക്കേണ്ട ടൈമായി ഞങ്ങൾ ലഞ്ച് കഴിച്ച് ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി ഉണ്ടെന്ന് അതൊക്കെ കഴിച്ചു. പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം റെഡിയായിട്ട് പുറത്തേക്ക് പോയി. അവിടുന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു ചായ ഒക്കെ കുടിക്കണം. അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് ചായ കുടിക്കാമെന്ന് കരുതി. അപ്പോൾ ചായയും പരിപ്പ് വടയും ചിക്കൻ റോളൊക്കെ വാങ്ങി ഞങ്ങൾ സൂപ്പറായിട്ട് അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.